നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന NH66 കോഴിക്കോട് പോകുന്ന ആ റൂട്ടിലുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കോഴിക്കോട് അടുത്തെത്താൻ സമയത്ത് നമ്മൾ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നമുക്ക് സ്പീഡ് ലിമിറ്റൊക്കെ കാണിച്ചിട്ടുള്ളത് 50ഒക്കെയാണ്. അപ്പോൾ 80 അതുപോലെ 120 ഉണ്ടായിരുന്നത് നമ്മൾ കുറച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതിപ്പോൾ വണ്ടി അപ്പുറത്തും ഇപ്പുറത്തുനിന്നൊക്കെ ഇങ്ങനെ കയറി വരുന്നതും ഇതൊക്കെയുള്ള പ്രശ്നങ്ങളും കാരണമൊക്കെ അവർ സ്പീഡ് ലിമിറ്റൊക്കെ കുറച്ചിരിക്കുകയാണ്. പിന്നെ അതുപോലെ സിഗ്നൽ ബോർഡുകളൊക്കെ ഒരുവിധമുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പലവരും ആൾക്കാരും റോഡിൻ്റെ ഓപ്പോസിറ്റ് വഴിയിലൊക്കെ അറിയാതൊക്കെ കയറി വരുന്നതും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടുവരാം. ഇവിടെ ഇപ്പോൾ ട്രാഫിക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നേരെ നമ്മൾ മേലെ കാണുന്നുണ്ടല്ലേ ഇവരൊരു റെഡ് കളറിൽ അതിവിടെ നമുക്ക് ടോളിൻ്റെ ഓപ്ഷനാണ്. അവിടെ ടോളിൻ്റെ സ്ഥലത്ത് നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അപ്പോൾ അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് അവർ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ റോട്ടിൽ കൂടെയാണ് വിടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു ബ്ലോക്ക് കാണുന്നത്. അപ്പോൾ ഈ ആ ഭാഗമൊക്കെ കാണിച്ചു തരാം നമുക്ക് അടിപൊളിയായിട്ട്. നമ്മുടെ നാടിന്റെ അഭിമാനം, നമ്മുടെ നാടിന്റെ അഭിമാനം, ആഹാ ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ, ഈ അനുഭവങ്ങൾ, ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ, ഈ അനുഭവങ്ങൾ. കോഴിക്കോട് എത്താൻ നേരത്തുള്ള ടോൾ പ്ലാസയാണ് ഈ കാണുന്നത്. ഈ ടോൾ പ്ലാസയിൽ നമുക്ക് അവിടെ വർക്ക് നടക്കുന്ന കാരണം അവർ ഇപ്പുറത്തെ വഴി കൂടെ നമ്മൾ വിടുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളും രണ്ടും ഒരു ഒറ്റ റൂട്ടിൽ തന്നെ പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ട്രാഫിക് കാണുന്നത്. ഒരുവിധം കോഴിക്കോട് റൂട്ടിനുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ആ കഴിഞ്ഞ കാരണം നമുക്ക് യാത്ര ചെയ്യാനൊക്കെ വളരെ സുഖമാണ്. നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാനൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പല ആൾക്കാരും റോഡ് ക്രോസ് ചെയ്തിട്ടൊക്കെ പല അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. നമ്മൾ സ്പീഡ് ലിമിറ്റ് മാക്സിമം നമ്മൾ നോക്കി യാത്ര ചെയ്യാൻ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് പോകണ കാരണം നമ്മൾ നല്ല സ്പീഡിൽ പോകാനും നോക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ, ഈ അനുഭവങ്ങൾ, സുഖയാത്ര സമയം ലാഭം, കേരളം എത്ര സുന്ദരം, സുഖയാത്ര കേരളത്തിൽ വരണം, എന്തു മനോഹരമായ റോഡ്. നമ്മുടെ നാടിന്റെ അഭിമാനം, നമ്മുടെ നാടിന്റെ അഭിമാനം, ആഹാ ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ, ഈ അനുഭവങ്ങൾ, ആഹാ ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ, ഈ അനുഭവങ്ങൾ. ശരിക്കും നമ്മൾ ഇവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഒരു ഗൾഫിലൊക്കെ യാത്ര ചെയ്യുന്ന ആ ഒരു ഫീലാണ്. കാരണം വെച്ചാൽ ഓരോ ബിൽഡിങ്ങുകളും ഇതൊക്കെ കാണാം. ഈ കോഴിക്കോട് എത്താൻ നേരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. നമ്മളെ ഹൈവേയും അതുപോലെ തന്നെ അവിടുത്തെ നാടും ഒക്കെ എന്തൊരു ഭംഗിയാണെന്നറിയോ. അപ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ തുടർന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഭംഗിയിലാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ. എന്തൊരു പറയാൻ പറ്റില്ല. അത്രയധികം ഭംഗിയിലാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളും. റോഡ് ഒരു രക്ഷയില്ല. ആ നിലക്ക് റോഡുകൾ. So
ലാഭം കേരളം എത്ര സുന്ദരം സുഖയാത്ര കേരളത്തിൽ വരണം എന്തു മനോഹരമായ റോഡ്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു സംഭവം കാണിച്ചു തരാൻ കണ്ടില്ലേ, ഈ ഓട്ടോറിക്ഷക്കാരൻ ചെയ്യണ പണിയൊക്കെ ഈ അങ്ങോട്ട് പോകുന്ന സ്ഥലത്ത് ഇങ്ങോട്ട് റിട്ടേൺ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അപകടം പിടിച്ച ഒരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചില സ്ഥലങ്ങളിലുള്ളത്. ഇവിടെയാണ് നമുക്ക് നെസ്റ്റോ അതുപോലെ ഇവിടെ കുറേ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഈ സൈഡിലുണ്ട്. അത് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ സർവീസ് റോഡ് വഴി ഇറങ്ങിയിട്ട് വേണം അങ്ങോട്ട് കടക്കാൻ കേട്ടോ. സമയം ലാഭം കേരളം എത്ര സുന്ദരം സുഖയാത്ര കേരളത്തിൽ വരണം എന്തു മനോഹരമായ റോഡ്. വബടുടലോട്ടുള്ളോരോ നമ്മുടെ നാടിന്റെ അഭിമാനം. വബടുടലോട്ടുള്ളോരോ നമ്മുടെ നാടിന്റെ അഭിമാനം. ആഹാ ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ ഈ അനുഭവങ്ങൾ ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ ഈ അനുഭവങ്ങൾ. Two centuries we held our breath. Through those years we starved for rest. But no army can suppress the souls of a people in protest. Our chains of oppression will break into a resurrection. On August 15th, the British lost control. At midnight our dream became flesh and bones. So long we have waited for our independence. Oh, August 15th, the British lost control. From the dawn of time we shine. We are more than occupied. Our destiny is to thrive. So wave that tricolor flag high. Our chains of നമുക്ക് ഈ സൈഡിൽ കാണുന്ന യെല്ലോ ലൈനിൽ അവിടെ നമുക്ക് എൻട്ര് എക്സിറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഏരോ മാർക്ക് മറ്റേ ഗ്രൗണ്ടിൽ ഉണ്ടാവും, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ സിഗ്നൽ ബോർഡിൽ എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെയൊക്കെ വർക്ക് കുറച്ച് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഇത് എൻട്രി പോസ്റ്റാണ് കിടക്കുന്നത്. എൻട്രി ചെയ്യുന്ന സ്ഥലം എപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സെൻറ്റർ ചെയ്ത് പിടിച്ച് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സൈഡിൽ നമുക്ക് ആംബുലൻസ് അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ പോകാനാണ്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പോകുമ്പോൾ എന്ന് വെച്ചാൽ വല്ല വണ്ടികളൊക്കെ ഈ പോക്കറ്റ് റോട്ടിൽ നിന്ന് കയറി വരുമ്പോൾ എന്ന് വെച്ചാൽ സർവീസ് റോട്ടിൽ നിന്ന് കയറി വരുന്ന സമയത്ത് നമുക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സെൻറ്റർ ചെയ്തിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ നാടിന്റെ അഭിമാനം. നമ്മുടെ നാടിന്റെ അഭിമാനം. ആഹാ
അതുപോലെ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു യൂ ടേൺ ഇട്ടിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഇവിടെ യൂ ടേൺ ഇട്ടുള്ളത് കൊണ്ട് ഇവിടെ വണ്ടികൾ ഒന്ന് സ്ലോ ആവുന്നുണ്ട്. അപ്പോൾ യൂ ടേൺ അപ്പോൾ ഇവർ ക്ലോസ് ചെയ്യാൻ സാധ്യത കാണുന്നത്. യൂ ടേൺ ഒരിക്കലും ഹൈവേയിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇപ്പോൾ അവർ താൽക്കാലികമായിട്ട് അവിടെ യൂ ടേൺ സിഗ്നലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ അവിടെ വണ്ടികൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും അവിടെ ക്ലോസ് ചെയ്യാനാണ് സാധ്യത. അപ്പോൾ എന്തായാലും തുടർന്ന് കാണാം. സുന്ദരം സുഖയാത്ര കേരളത്തിൽ വരണം എന്തു മനോഹരമായ റോഡ്. നമ്മുടെ നാടിന്റെ അഭിമാനം. നമ്മുടെ നാടിന്റെ അഭിമാനം. ആഹാ ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ, ഈ അനുഭവങ്ങൾ. ആഹാ ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ, ഈ അനുഭവങ്ങൾ. നമ്മുടെ നാടിന്റെ അഭിമാനം. നമ്മുടെ നാടിന്റെ അഭിമാനം. ആഹാ ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ, ഈ അനുഭവങ്ങൾ. സുഖയാത്ര സമയം ലാഭം. കേരളം എത്ര സുന്ദരം. സുഖയാത്ര കേരളത്തിൽ വരണം എന്തു മനോഹരമായ റോഡ്. വബുടുവിലോട്ടുള്ളോരോ നമ്മുടെ നാടിന്റെ അഭിമാനം. വബുടുവിലോട്ടുള്ളോരോ നമ്മുടെ നാടിന്റെ അഭിമാനം. ആഹാ ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ, ഈ അനുഭവങ്ങൾ. ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ, ഈ അനുഭവം. സുഖയാത്ര സമയം ലാഭം. കേരളം എത്ര സുന്ദരം. സുഖയാത്ര കേരളത്തിൽ വരണം എന്തു മനോഹരമായ റോഡ്. വബുടുവിലോട്ടുള്ളോരോ നമ്മുടെ നാടിന്റെ അഭിമാനം. വബുടുവിലോട്ടുള്ളോരോ നമ്മുടെ നാടിന്റെ അഭിമാനം. ആഹാ ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ, ഈ അനുഭവങ്ങൾ. ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ, ഈ അനുഭവങ്ങൾ.
നമ്മൾ എൻട്ര എക്സിറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി നമ്മൾ യാത്ര ചെയ്യണം. ഇപ്പോൾ ഞാൻ തന്നെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എൻട്ര ഇതുള്ളടത്ത് അവിടെ സത്യത്തിൽ അവിടെ ഒന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് വണ്ടികളൊക്കെ അതിൽ കൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ നമുക്ക് പോകാൻ പാടില്ല. ഇപ്പോൾ അവർ ക്ലോസ് ചെയ്യാത്ത കാരണം നമുക്ക് ധൈര്യത്തിൽ നമുക്ക് പോകാൻ പറ്റും. എക്സിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് തന്നെ എക്സിറ്റ് ചെയ്യുക, അതുപോലെ എൻട്രി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ എൻട്രി ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ റോഡ് സൈഡിൽ ഇതേപോലെ പോക്കറ്റ് റോഡിലൊന്നും പാർക്ക് ചെയ്യാൻ പാടില്ല. 40 സ്പീഡാണ് അവർ പോക്കറ്റ് റോഡിന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെന്ന് വെച്ചാൽ പല ആൾക്കാരും പുറത്തുനിന്ന് വരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധിച്ചും കൈകാര്യം ചെയ്യുക. അവരെ എല്ലാ ഭാഗത്തും സിഗ്നൽ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് തന്നെ യാത്ര ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ വണ്ടി നമുക്ക് അപകടത്തിൽ പെടാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ സ്പീഡ് ലിമിറ്റും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. എപ്പോഴും ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. എനിക്ക് എപ്പോഴും പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് യാത്ര ചെയ്തില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫത്താൻ. ബൈ.